നമസ്കാരം, എൻ്റെ പേര് പ്രജിഷ. ചാപ്റ്റർ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളുമാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ദേശീയത ഉണർത്തുന്ന ഒരു കവിതയായിരുന്നു അല്ലേ, ഒരു ഗീതമായിരുന്നു, ദേശീയ ഗീതമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ജഗമഗ് താര എന്ന് പറയുന്ന ഒരു ദേശീയ ഗീതമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു ദേശഭക്തി ഗാനമാണ് പഠിക്കുന്നത്, ദേശഭക്തി ഗീതമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ദേശഭക്തി ഗാനമൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളിൽ ഓരോ മത്സരങ്ങളിലൊക്കെ നമ്മൾ ദേശഭക്തി ഗാന മത്സരങ്ങളൊക്കെ ഇല്ലേ നമ്മൾ പാടാറില്ലേ, സംഘം ചേർന്നൊക്കെ. ഓക്കെ, അതുപോലെ ഒരു ദേശഭക്തി ഗാനമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ആ ദേശഭക്തി ഗാനത്തിൻ്റെ പേരാണ്, നോക്കിക്കോളൂ, യേ മേരെ വതൻ കെ ലോഗോ. ഒരു ദേശഭക്തി ഗീതാണ് അല്ലേ, യേ മേരെ വതൻ കെ ലോഗോ. ഓക്കെ, ഈ ദേശഭക്തി ഗാനം എന്തിനു വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞാൽ 1962 ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ആ യുദ്ധത്തിൽ കുറച്ച് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് സൈനികർ വീരവൃത്തി വരിച്ചു, അവർ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേശഭക്തി ഗാനം എഴുതിയിരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിൽ വെച്ചാണ് നമ്മളുടെ ഇപ്പോഴത്തെ പാട്ടുകാരുണ്ടല്ലോ ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞത്, അവരാണ് ഈ ഗാനം ആലപിച്ചത്. രാംലീല മൈതാനം എന്ന് പറയുന്നൊരു മൈതാനമുണ്ട്, ആ മൈതാനത്ത് വെച്ച് ഒരു സമ്മേളനത്തിനിടയിൽ ഈ ഗാനം ആലപിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, നമ്മുടെ ദേശീയത ഉണർത്തുന്ന ജഗമഗ് താര എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ആ ദേശീയ ഗീതത്തിനോടൊപ്പം തന്നെ കിട പിടിക്കുന്ന ഒരു ദേശഭക്തി ഗാനമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ആ ദേശഭക്തി ഗാനത്തിൻ്റെ പേര്? ഏ മേരെ വതൻ കെ ലോഗോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. ഈ ഭാഗം നമുക്ക് 3 ഭാഗമായിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഈ പാട്ട് നമുക്ക് 3 ഭാഗമായിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇവിടെ പഠിക്കാം, അടുത്ത പാർട്ട് നമുക്ക് ഇതിന് തൊട്ട് പിറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. അപ്പം നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഗായേ പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുവാണ്. അവിടെ കുറച്ച് യുദ്ധഭൂമിയൊക്കെയാണ് കാണിക്കുന്നത്, പിന്നെ നമ്മുടെ കുറച്ച് സ്മാരകങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ലതാ മങ്കേഷ്കർ പാടുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ യുദ്ധത്തിന് സമാനമായിട്ടുള്ള ചില സീനറികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അമർ ജവാൻ എന്ന് പറയുന്ന ഒരു സ്മാരകം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്തൂപങ്ങളും സ്മാരകങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കവിത എന്തിനു വേണ്ടി എഴുതിയതാ? നമ്മളുടെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരവൃത്തി വരിച്ച ജവാന്മാരുടെ അവർക്ക് ആദര സൂചകമായിട്ടാണ് ഈ കവിത എഴുതിയിരുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. അതായത് ഈ കവിത എഴുതിയത് ആരാണെന്ന് വെച്ചാൽ പ്രദീപ് എന്ന് പറയുന്നത് കവി പ്രദീപാണ് ഈ കവിത രചിച്ചത്. ഓക്കെ, ഏ മേരെ വതൻ കെ ലോഗോ എന്നാണ് ഈ കവിതയുടെ പേരെന്ന് പറയുന്നത്. അതായത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയിൽ വീരമരണം പ്രാപിച്ച സൈനികർക്ക് വേണ്ടി അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രചിച്ചതാണ് ഈ കവിത. ഈ കവിതയാണെങ്കിൽ 1963 ജനുവരി 26 രാംലീല മൈതാനത്ത് വെച്ച് നമ്മളുടെ ലതാ മങ്കേഷ്കർ നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ ആലപിക്കുകയുണ്ടായി. ഓക്കെ, ആ സമയത്ത് അദ്ദേഹം ഈ കവിത കേട്ടിട്ട് കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ദേശഭക്തി ഗാനം കേട്ടിട്ട് അദ്ദേഹം കരയുകയുണ്ടായി. നമ്മുടെ ജവഹർലാൽ നെഹ്റു കേട്ടിട്ട് കരയുകയുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് കടക്കാം. യേ മേരെ വതൻ കെ ലോഗോ തും ഖൂബ് ലഗാ തോ നാരാ യേ ശുഭ ദിൻ ഹേ ഹം സബ് കാ ലഹറാ ലോ തിരംഗാ പ്യാരാ पर मत भूलो सीमा पर वीरों ने है प्राण गवाए कुछ याद उन्हें भी कर लो जो लौट के घर न आए. ഓക്കെ, അപ്പം കവിത ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഏ മേരെ വതൻ കെ ലോഗോ. ഏ മേരെ വതൻ കെ ലോഗോ. മേരാന്ന് വെച്ചാൽ എൻ്റെ, വതൻ എന്ന് വെച്ചാൽ എന്താണ്? രാജ്യം. എൻ്റെ രാജ്യത്തെ ജനങ്ങളെ, എൻ്റെ രാജ്യത്തെ ജനങ്ങളെ എന്നാണ് കവിത ആരംഭിക്കുന്നത്. ഏ മേരെ വതൻ കെ ലോഗോ തും ഖൂബ് ലഗാവോ ലോ നാരാ. നിങ്ങൾ എന്ത് ചെയ്യുക? തും ഖൂബ് ലഗാവോ, നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുക. നാരാന്ന് വെച്ചാൽ മുദ്രാവാക്യം എന്നാ. എൻ്റെ പ്രിയപ്പെട്ട ഭാരതവാസികളെ എന്ന് പറയുകയാണ്. ഏ മേരെ വതൻ കെ ലോഗോ. വതൻ എന്ന് വെച്ചാൽ രാജ്യം, രാഷ്ട്രം. നമ്മുടെ രാജ്യം ഏതാ? ഭാരതമല്ലേ. അതായത് നമ്മുടെ ഭാരത ജനതകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഭാരത ജനതയെ നിങ്ങൾ എന്ത് ചെയ്യൂ? ഉറക്കെ മുദ്രാവാക്യം വിളിക്കൂ. നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കും. നാരാന്ന് വെച്ചാൽ
മുദ്രാവാക്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഖൂബ് ലഗാലോ. ഖൂബ് എന്ന് വെച്ചാൽ നന്നായി, നിങ്ങൾ നന്നായി മുദ്രാവാക്യം വിളിക്കുക. ഏ ശുഭദിൻ ഹേ ഹം സബ്കാ. ഇതെന്താണ്? നമ്മളുടെ ശുഭദിനമാണ്. ഹം സബ്കാ ശുഭദിൻ ഹേ. യേ ഹമാരെ ശുഭദിൻ ഹേ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷകാലമാണ്, നമ്മളുടെ ശുഭദിനമാണ്. ശുഭം എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? ഏ ശുഭദിൻ ഹേ ഹം സബ്കാ. സബ് എന്ന് വെച്ചാൽ എല്ലാവരും, നമ്മളുടെ എല്ലാവരും. ഹം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും ശുഭദിനമാണിത്. पर मत भूलो सीमा पर वीरों ने है प्राण गवाए. वीरों ने है प्राण गवाए. വീരന്മാരാരാ? നമ്മളുടെ സൈനികർ എന്ത് ചെയ്തിരിക്കുകയാണ്? മത് ഭൂലോ സീമാ പർ. അതായത് സീമ എന്ന് വെച്ചാൽ അതിര്, നമ്മുടെ അതിർത്തിയിൽ വീരവൃത്തി വരിച്ച നമ്മളുടെ സൈനികരെ നമ്മൾ മറക്കരുത്. മത് ഭൂലോ. മത് എന്ന് വെച്ചാൽ അരുത്, ഭൂലോ എന്ന് വെച്ചാൽ മറക്കരുത്. അതായത് ഭൂലോ മത് എന്ന് വെച്ചാൽ മറക്കരുത് എന്നാണ് അർത്ഥം. ഹർ മത് ഭൂലോ സീമാ പർ വീരോനേഹെ പ്രാൺ ഗവായെ. പ്രാണൻ ബലിയർപ്പിച്ച നമ്മളുടെ സൈനികരുണ്ടല്ലോ, അതിർത്തിയിൽ പ്രാണൻ ബലിയർപ്പിച്ച നമ്മളുടെ സൈനികരെ നമ്മൾ മറക്കരുത്. ഈ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യയാണ് ജയിക്കുകയുണ്ടായത് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ജയിച്ചെങ്കിലും എങ്ങനെയാണ്? നമ്മളുടെ കുറേ വീരന്മാരെ, നമ്മുടെ കുറേ സൈനികരുടെ പ്രാണൻ നമുക്ക് ബലി അർപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കവിതയിലൂടെ പറയുകയാണ്, നമ്മൾ ഭാരതവാസികളായി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മുദ്രാവാക്യം ഉറക്കെ പാടും. അല്ലയോ ഭാരതവാസികളെ, നമ്മൾ നമ്മളുടെ മുദ്രാവാക്യം ഉറക്കെ പാടും, അല്ലെ? ഉറക്കെ ചൊല്ലും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ അതിർത്തി രക്ഷിച്ച, അതിർത്തിയിൽ നമുക്ക് വീരമരണം സംഭവിച്ച നമ്മുടെ സൈനികരെ നമ്മൾ മറക്കരുത്. कुछ याद उन्हें भी कर लो जो लौट के घर न आए. कुछ याद उन्हें भी कर लो. അവരെ കുറച്ചൊക്കെ ഒന്ന് ഓർമ്മിക്കൂ. जो लौट के घर न आए. വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വരാത്ത അവരില്ലേ, അവരെ എന്ത് ചെയ്യുക? കുറച്ച് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ കവിതയിലൂടെ പറയുന്നത് എന്താണ്? അതായത് ഭാരതവാസികളായ ജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മുദ്രാവാക്യം ഉറക്കെ പാടും. പിന്നീടോ ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ജവാന്മാരുണ്ടല്ലോ, അവരെ നമ്മൾ മറക്കാതിരിക്കുക, അവരെ മറക്കരുത്. അവർക്കിനി വീടുകളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയില്ല. ആ വീടുകളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. तुम खूब लगा लो नारा ये शुभ दिन है हम सबका लहरा लो तिरंगा प्यारा. നീ എന്ത് ചെയ്യുക? ഈ സന്തോഷമാകുന്ന ദിനത്തിൽ നമ്മളുടെ ത്രിവർണ്ണ പതാക എന്ത് ചെയ്യുക? അലയടിക്കട്ടെ. ലഹരാലോ തിരങ്ക പ്യാര. ലഹര എന്ന് വെച്ചാൽ എന്താ? അലയടിക്കട്ടെ. അതായത് നമ്മുടെ ത്രിവർണ്ണ പതാക, നമ്മുടെ മൂവർണ്ണക്കൊടി എന്ത് ചെയ്യുക? ഇങ്ങനെ പറത്തി വിടുക. നമ്മളുടെ ഇന്ത്യയെ കുറിച്ചൊക്കെ പുകഴ്ത്തി പാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ പതാക എടുത്ത് ഇങ്ങനെ ഉയർത്തി നമ്മളിങ്ങനെ എന്താണ്? അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറത്തി വിടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അപ്പം പറയുകയാണ്, നമ്മളുടെ സന്തോഷ ദിനമാണിപ്പോൾ. ആ സന്തോഷ ദിനത്തിൽ നമ്മൾ നമ്മളുടെ ത്രിവർണ്ണ പതാക ഉയർത്തു. എന്നിട്ടോ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി വീരവൃത്തി മരിച്ച ജനങ്ങളെ നമ്മൾ മറക്കാതെ. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായല്ലോ. ഈ അടുത്ത വരി നോക്കാം. ഏ മേരെ വതൻ കെ ലോഗോ ജറാ ആँख में भर लो पानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. जब घायल हुआ हिमालय कदरे में पड़ी आज़ादी. जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी. संगीन पे धरकर माथा सो गए अमर मैदानी. പിന്നീട് പറയുകയാണ്, ഏ മേരെ വതൻ കെ ലോഗോ. അല്ലയോ ഭാരതവാസികളെ. വതൻ എന്ന് വെച്ചാൽ രാഷ്ട്രം, ഏതെന്ന് വെച്ചാൽ എൻ്റെ രാജ്യത്തെ ജനങ്ങളെ, അതായത് എൻ്റെ ഭാരതവാസികളെ. ജരാ ആങ്കേ മേ ഭർലോ പാനി. കണ്ണുകളിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കണ്ണുകളിൽ നിറയണം. എങ്ങനെയാണ്? ജരാ ആങ്കോ മേ ഭർലോ പാനി. ഭരണം എന്ന് വെച്ചാൽ നിറയുക. നിങ്ങളുടെ കണ്ണുകളിൽ, ആങ്ക് എന്ന് വെച്ചാൽ കണ്ണ്, നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ. പാനി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണുനീരല്ലേ? കണ്ണുനീർ നിറയട്ടെ. ജോ ഷഹീദ് ഹുയേ ഹേ. ആരെ പറ്റി ഓർക്കുമ്പോഴാ? ജോ ഷഹീദ് ഹുയേ ഹേ. ഷഹീദ് എന്ന് വെച്ചാൽ രക്തസാക്ഷി. രക്തസാക്ഷിയായിട്ടുള്ള ആ വീരവൃത്തി വരിച്ച നമ്മുടെ സൈനികരുണ്ടല്ലോ,
അവരെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പട്ടെ, നിങ്ങളുടെ കണ്ണുകൾ നിറയട്ടെ എന്നാണ് പറയുന്നത്. അടുത്തതോ ജറാ യാദുകരോ കുർബാനി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? യാദുകരോ ഓർക്കൂ. അവർ കുർബാനി എന്ന് വെച്ചാൽ ആത്മത്യാഗം, അവരുടെ ത്യാഗത്തിനെ നിങ്ങൾ ഓർക്കൂ. അവരുടെ ആത്മത്യാഗത്തിനെയും അതേപോലെ അവരുടെ രക്തസാക്ഷിത്വത്തിനെയും കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ നിറയട്ടെ. जरा आंखों में भर लो पानी जो शहीद हुए हैं उनकी जरा याद करो കുർബാനി. കുർബാനി എന്ന് വെച്ചാൽ ത്യാഗം ചെയ്തവരുടെയും അതേപോലെ രക്തസാക്ഷിത്വം വഹിച്ചവരുടെയൊക്കെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പട്ടെ എന്നാണ് പറയുന്നത്. ജബ് ഖായൽ ഹുവാ ഹിമാലയ ഖതറേ മേ പടി ആസാദി. ഇനി പറയുകയാണ് ജബ് ഖായൽ ഹുവാ ഹിമാലയ. ഹിമാലയ പർവ്വതമല്ലേ നമ്മുടെ വടക്കു ഭാഗത്തുള്ള. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഖായൽ ഹുവ, മുറിവ് സംഭവിച്ചിരിക്കുന്നു. ഹിമാലയത്തിന് മുറിവ് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഈ ഹിമാലയം. ഇന്ത്യയും ചൈനയും കൂടെ അതിർത്തി പങ്കിടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹിമാലയ പർവ്വതം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? മുറിവ് സംഭവിച്ചിരിക്കുന്നു. ഹിമാലയത്തിന് മുറിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സൈനികർക്ക് അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഖതറേമേ പടി ആസാദി. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഖതറേമേ ബടി ആസാദി. ആസാദി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? ഖതറേമേ ബടി, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് ഹിമാലയ പർവ്വതത്തിനെ നമ്മുടെ ചൈനക്കാർ ആക്രമിക്കുന്നില്ലേ? നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ഹിമാലയ പർവ്വതത്തിന് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഖായൽ ഹോ ഗയാ ഹൈ, അതായത് മുറിവ് സംഭവിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ മുറിവ് സംഭവിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലാവുകയാണ് അല്ലേ? സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാനായിട്ട് കഴിയുമോ? മറ്റു രാജ്യക്കാർ വന്ന് നമ്മുടെ നേരെ യുദ്ധത്തിന് വന്നാൽ അല്ലേ? നിങ്ങൾ ഇപ്പോഴും വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതല്ലേ? ഇന്ത്യ ചൈന യുദ്ധമൊക്കെ ഉടൻ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറച്ച് സൈനികരെയൊക്കെ ഈയിടെയും ചൈനക്കാർ കയ്യേറി കൊന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ? അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരവൃത്തി വരിച്ചതല്ലേ? നമ്മുടെ ലഡാക്കിലും ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അല്ലേ? അപ്പോൾ അതേപോലെ ഈ 1962 ഇതേപോലെ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോഴും കുറച്ച് സൈനികർ എന്ത് ചെയ്തു? നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ കവിത ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ജബ് ഖായൽ ഹുവാ ഹൈ ഹിമാലയ. ഹിമാലയത്തിൽ എപ്പോഴാണോ മുറിവ് സംഭവിച്ചത്? ഖതറേമേ പടി ആസാദി. അപ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കുന്നു. ജബ് തക് ധീ സാസ് ലഡേ വോ ഫിർ അപ്നി ലാശ് ബിഛാതി. അന്ന് നമ്മുടെ ധീര സൈനികരുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? അവരവരുടെ അവസാന ശ്വാസം വരെ ലാശ് ബിഛാതി എന്ന് വെച്ചതാണ് അവരുടെ ശവശരീരം കാണുക. അതായത് അവരുടെ അവസാന ശ്വാസം നിലയ്ക്കുക. അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ അവരെന്ത് ചെയ്തു? അവർ പോരാടി. ജബ് തക് ധീ സാസ് ലഡേവോ എന്ന് വെച്ചാൽ അവർ സാസ് എന്ന് വെച്ചാൽ ശ്വാസം, അവരുടെ ശ്വാസം നഷ്ടപ്പെടുന്നത് വരെ ബോ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു? ബിറപ്പനി ലാശ് ബിച്ചാതി. അവർ പോരാടി. നമ്മുടെ സൈനികർ എന്ത് ചെയ്തു? അവരുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ അവർ പോരാടി. സംഗീനപ്പേ ധർക്കർ മാധ സോ ഗയേ അമർ ബലിദാനി. സംഗീനപ്പേ സംഗീനം എന്ന് വെച്ചാൽ ഈ നമ്മുടെ തോക്കുണ്ടല്ലോ, തോക്കിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയൊരു കുന്തം പോലെ ഒരു ഭാഗമുണ്ട്, ഒരു മുനയുണ്ട്. അതൊരു ബയണറ്റ് എന്ന് പറയും. ആ സംഭവമാണ് എന്ത് പറയുന്നത്? സംഗീനം എന്ന് പറയും. ബയണറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതെന്ത് ചെയ്തിരിക്കുന്നു? സംഗീനപ്പേ ധർക്കർ മാധ സോ ഗയെ അമർ ബലിദാനി. ഈ ബയണറ്റുകൾ തളച്ചു കയറി, അതായത് തുളച്ച് അത് അവരുടെ ഉള്ളിലേക്ക് കയറി. എവിടെയാണ്? മാധ എന്ന് വെച്ചാൽ നെറ്റിയിലേക്കാണ് വെടി ഉതിർത്തത്. അപ്പോൾ ആ വെടി ഉതിർത്തത് അവരുടെ എവിടെ എത്തി? അവരുടെ ആ നെറ്റിയിലേക്ക് തുളച്ചു കയറുകയും പിന്നെ അസോഗയെ അമർ ബലിദാനി, അവർ തങ്ങളുടെ ശരീരം ബലിയർപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പം ഈ നമ്മൾ പഠിച്ച ഭാഗത്തിൽ ഇത്രയും എന്താണ് പറയുന്നത്? അതായത് ഈ യുദ്ധത്തിൽ നമുക്ക് വീരവൃത്തി വരിച്ച സൈനികരെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? വീരവൃത്തി വരിച്ച സൈനികർക്ക് വേണ്ടി ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി രചിച്ചതാണ്, കവി പ്രദീപ് രചിച്ചതാണ് ഈ കവിത എന്ന് പറയുന്നത് അല്ലേ? ഈ ദേശഭക്തി ഗീതം എന്ന് പറയുന്നത്. അപ്പം ഈ ഗീതത്തിൽ പറയുകയാണ് ഈ യുദ്ധത്തിൽ ബലിയർപ്പിച്ച ആത്മത്യാഗം ചെയ്ത ജനങ്ങളെ നമ്മുടെ സൈനികരെ നമ്മൾ മറക്കരുത് അല്ലേ? നമ്മുടെ സൈനികരെ നമ്മൾ ഒരിക്കലും മറക്കരുത്.
ഈ നമ്മുടെ ഹിമാലയത്തിന് മുറിവ് സംഭവിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം അപകടത്തിലായില്ലേ? അപ്പോൾ ഈ ബലിദാനം അവരെങ്ങനെയാണ് ബലി അർപ്പിച്ചത്? ഈ ബയണറ്റുകൾ എന്ത് ചെയ്തു? അവരുടെ നെറ്റി, മാധ എന്ന് വെച്ചാൽ നെറ്റി, അവരുടെ നെറ്റിയെ തുളച്ചു കയറുകയും അങ്ങനെ അവർ അവരുടെ ജീവൻ ആത്മത്യാഗം ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? പിന്നീട് എന്ത് സംഭവിച്ചു? അവരുടെ അവസാന ശ്വാസം എന്താണ് നിലയ്ക്കുന്നത് വരെ പോരാടി. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, വളരെ ലളിതമായിട്ടുള്ളൊരു ദേശഭക്തി ഗാനമാണിത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത പാർട്ട് പഠിക്കാം. അതിനടുത്ത പാർട്ട് അതിന് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദേശഭക്തി ഗാനം കേട്ടപ്പോൾ നിങ്ങൾക്കും ഒരു ഊർജ്ജസ്വലതയൊക്കെ വന്നോ? രാജ്യത്തിന് വേണ്ടി പോരാടാനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലും തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും